ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ല വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടെ അരൂരാണുള്ളത്. അരൂർ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്ന് വെള്ളിയാഴ്ച വന്നിട്ട് ശനിയാഴ്ച പോകാമെന്ന് വിചാരിച്ചു. ശനിയാഴ്ചയും പോകാൻ പറ്റിയില്ല. അപ്പോൾ നാളെ ഞായറാഴ്ച പോകാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ചയും പോകാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. എന്തായാലും ഇന്ന് തന്നെ പോകണം. കാരണം നാളെ ചൊവ്വാഴ്ചയുള്ള നാളെ പോയിട്ട് അമ്മയുടെ സർജറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, ആശുപത്രിയിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു. അപ്പം നാളെ എന്തായാലും ഇന്നെന്തായാലും പോയേ പറ്റുള്ളൂ. പിന്നെ ബുധനാഴ്ച പോയി അഡ്മിറ്റ് ആവണം. വ്യാഴാഴ്ച സർജറി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ലിതിമോളും എല്ലാവരും ഉണ്ട്. പിന്നെ ആദ്യം കളിക്കാൻ പോയി, ചേട്ടായി ജോലിക്ക് പോയി, അമ്മയുണ്ട്, പിന്നെ ആദ്യം കിടന്ന് ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. 6:15 ട്രെയിന്. പിന്നെ ലിതിമോളുടെ കൂടെ ഒന്ന് കടയിലും കൂടെ പോയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരെ അവിടെ ഒരുക്കം നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ പേര് ചോദിച്ചു എന്താ കൊല്ലത്ത് ചെല്ലുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓൾറെഡി അവിടെ ചേട്ടായിക്കും കുഞ്ഞാച്ചിക്കും അതുപോലെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ചാനലുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും വീഡിയോസ് നടക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ മെയിനായിട്ടും വീഡിയോസ് ഇടാറ്. അത് തന്നെയല്ല, നമ്മളങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോക്കൊന്നുമില്ല, വീട്ടിലല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇടാത്തത്. ഞാൻ ശ്രമിക്കാം ഇനി വീഡിയോസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും കുഞ്ഞാച്ചേനും ചേട്ടായുടെയും വീഡിയോ കാണണം, അതുപോലെ അമ്മയുടെയൊക്കെ വീഡിയോ കാണണം. അപ്പോൾ നമുക്കും കാണാം. പിന്നെ എന്തായാലും സർജറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വിശദമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇനി എപ്പോൾ ഒരുങ്ങി തീരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനാണ് വേഗം ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുന്നത്. അവരിപ്പോൾ ഒരുങ്ങി വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ വരട്ടെ കേട്ടോ. ഒരാൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഉറങ്ങിക്കോട്ടെ, ഞങ്ങൾ പോകട്ടോ. ശരി, പോവുകയാണേ എല്ലാവരോടും. നമ്മൾ കൊല്ലത്തിന് പോവുക. പിറ്റേ ദിവസം പോരാന്ന് പറഞ്ഞ് വന്നാൽ ഞങ്ങളിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായില്ല, 4 ദിവസമായി. 4ാമത്തെ ദിവസമായി. വയറ് നിറച്ച് ഫുഡ് കഴിച്ചതുകൊണ്ട് അയ്യോ പതിവില്ലാണ്ട് ഞാൻ ഫുഡ് കുറേ കഴിച്ചു. അപ്പം നടക്കാൻ മേല. ടാറ്റാ. വിഷമമുണ്ടോ? എന്തിനാ കരി വേണോ? ഞാൻ വരാം കേട്ടോ. കൊച്ചിനോട് തന്നെ നോക്കട്ടെ. വേണ്ട തന്നെ വരുമൊന്നും വേണ്ട. താഴെക്കുടി. അപ്പം ഞങ്ങളെ ഇവിടെ പനമ്പള്ളി നഗറിൽ വന്ന് ഇറങ്ങിയിട്ട് ഇനി സ്റ്റേഷനിലേക്ക് നടന്നു പോകണം. കുറച്ച് നടക്കാണ്ട് കേട്ടോ. ഓട്ടോ കിട്ടിയ ഓട്ടോയ്ക്ക് കയറിപ്പോ, അല്ലെങ്കിൽ നടന്നു പോകാനുള്ള പ്ലാനില്ല കേട്ടോ. സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോം ഏതാണെന്ന് കണ്ടുപിടിക്കണേ. പോകാൻ വേണ്ടി ഇന്നപ്പം പ്ലാറ്റ്ഫോം ഇങ്ങോട്ടില്ല കേട്ടോ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലമ്മ ഞങ്ങൾ മെമ്മൂര് വന്നു പോയി കേട്ടോ. 6:15 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന സൗത്താണ് കേട്ടോ. അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സമയത്ത് ട്രെയിനിന് വരുന്നത് കേട്ടോ. അപ്പോൾ രാത്രി സമയത്ത് യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ട്രെയിനിലിങ്ങനെ രാത്രി സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖമൊക്കെ. പക്ഷേ എനിക്ക് വലിയ സുഖമൊന്നും തോന്നിയൊന്നുമില്ല. പുറത്തത്തെ കാഴ്ച കണ്ടു പോകുന്നത് തന്നെയാണ് കേട്ടോ രസം. അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മളെ വിളിക്കാൻ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹായ് ഹലോ. അങ്ങനെ നമ്മൾ അരൂരിൽ നിന്ന് നേരെ കൊല്ലം വീട്ടിലെത്തിയിട്ടുണ്ട്. മിനിഞ്ഞാന്നാണ് വന്നത്. ഇന്നലെ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്നാണ് അമ്മച്ചിക്ക് അഡ്മിറ്റ് ആവേണ്ട ദിവസം. ഇന്ന് അമ്മ അഡ്മിറ്റ് ആവും. നാളെ അമ്മയുടെ സർജറിയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, നല്ല രീതിയിൽ സർജറിയൊക്കെ കഴിഞ്ഞ് മിടുക്കിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോകുന്നതാണ്, അമ്മേനെ അഡ്മിറ്റ് ആവുന്നതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ആക്കാൻ പോകും കേട്ടോ. ഇവർ ഇന്ന് തിരിച്ചു പോരും. ഞാനും അമ്മ ആശുപത്രിയിൽ. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ടെൻഷനുണ്ടോ? ടെൻഷനുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. പറച്ചിലുണ്ട് ചെറിയ.
ചെറിയ തോതിലുണ്ടല്ലേ? പേടിക്കൊന്നും വേണ്ട. പേടിക്കൊന്നും വേണ്ട. എന്നെ നന്നായി. എന്നാ കുറച്ചുകൂടെ പേടിക്കാതെ. ധൈര്യമുള്ള ആളല്ലേ? ധൈര്യം ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ധൈര്യം ജിജി നോക്കാം. സർവൈവ് ചെയ്ത് വന്നില്ലേ? എനിക്ക് ഇപ്പൊ എനിക്ക് ഓർക്കുമ്പോ ടെൻഷനുണ്ട്. പേടിയൊന്നും വേണ്ടടേ. അന്ന്. പക്ഷെ അങ്ങനെയാ, നമുക്കിപ്പോ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ധൈര്യം വരും. അന്ന് ഒക്കെ എങ്ങനെ പിടിച്ചു നിന്നു. നേരത്തെയൊക്കെയാണ് എനിക്ക് നല്ല ധൈര്യം. എനിക്ക് അസുഖം ഇപ്പൊ ധൈര്യം ഇല്ലെന്നല്ലേ? ധൈര്യം ഇല്ലെന്നല്ല, അത് ഭയങ്കര ധൈര്യം എനിക്ക്. നമ്മ ചെറുപ്പല്ലേ, ഇപ്പൊ പ്രായമാകുമ്പോൾ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഒന്നും അടിക്കണ്ടായത്, ഒത്തിരി പേടിക്കണ്ട. അതുകൊണ്ടാകുമ്പോ എന്റെയൊക്കെ പ്രായമുള്ള നമുക്ക് എന്ത് അസുഖമാണ്? എനിക്ക് പ്രഷർ കുറഞ്ഞു പോയത്. പിന്നെ ഗ്ലൂക്കോസിട്ട് 2 കയ്യിലും ഗ്ലൂക്കോസിട്ട് കോട്ടേഷൻ ഉണ്ട്. 2 കയ്യിലുമേ ചത്തുകൊണ്ടാറ്. ഞാൻ ഉണ്ടായിരുന്നോ? ഞാൻ ജനിക്കയില്ലെന്ന് പറയാം. ഇല്ല അന്നേരം ഭാവിക്കും. ഒരു വയസ്സ് വരെ അല്ല. ഞാന് നിന്നെ ഓർക്കിക്കത്തിട്ട് സിനിമ കാണാൻ പോവോ? കുടിക്കെ പോവേ നിന്നെ നോക്കി വീട്ടിൽ ചെന്നു. ചാച്ച നോക്കിയിരിക്കും. തിരിച്ചു വരുമ്പോ നല്ല വഴക്ക് അടിച്ചിട്ടൊക്കെ ഉണ്ടോ? എന്തിനാ ഒരു കുഞ്ഞു പൊടി കൊച്ചിനെ വിട്ടിട്ട് എല്ലായിടത്തും സിനിമ കാണാൻ പോയത്? അന്നൊക്കെ സിനിമ കാണുക, TV കാണാന്ന് പറഞ്ഞ വലിയ സംഭവം അല്ലേ? അതൊക്കെ ഒരു, പക്ഷെ ആ ജീവിതമാണ് ഒരു സുന്ദരമായ ജീവിതം അല്ലേ? അത് തിരിച്ചു കിട്ടില്ല. ഒരു പണിയൊക്കെ തീർത്തിട്ട് ഞങ്ങള് താഴെ പോയി വെള്ളം കോരണായിരുന്നേ. ആ വെള്ളം കോരുന്നതിന്റെ പേരിൽ TV കാണാൻ പോയിട്ടുണ്ട്. ഇഷ്ടമല്ല, കാരണം നമ്മൾക്കുണ്ട്, നമുക്ക് താല്പര്യം വെള്ളം മറിച്ച് കണ്ടിട്ട് വെള്ളത്തിന് പോയത് പോയിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. നമ്മുടെ മെറീനാൻ്റെ ഗിഫ്റ്റ് ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടോ ഈ ചുമോൾ ഇട്ടേക്കുന്നതും ഞാൻ ഇട്ടേക്കുന്നതൊക്കെ അല്ലേ? മെറീനാൻ്റെ ഞങ്ങൾക്ക് ഒരു 3-4 മാസം കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ പുതിയ ഡ്രസ്സുകൾ അയച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് ഒരുപാട് താങ്ക്സ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഞാൻ സ്വന്തമായിട്ട് ഡ്രസ്സ് മേടിച്ചിട്ട്. അപ്പോൾ ആൻറ്റി തന്ന ഡ്രസ്സ്, പിന്നെ കുറേ ആൻറ്റിമാർ കഴിക്കുന്ന കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടാണ് ഇപ്പം നടപ്പ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ ഇതൊരു ഡ്രസ്സ് മേടിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ അതാണ് കാര്യം. അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. അമ്മമാർക്കും ചേട്ടായി എല്ലാവർക്കും മേടിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഡ്രസ്സിനാണ് നല്ല ഭംഗി. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമേ ഇതിലൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ട വേറെണ്ണമുണ്ട്. ഞാനത് എടുത്ത് മാറ്റി വെച്ചേക്കാം, വേറെ ഒന്നുമില്ല. എവിടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാം ഒരുമിച്ചിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. എന്നാ ചേച്ചി ഒരു പ്രാവശ്യം എനിക്ക് കുറേ ഡ്രസ്സ് അയച്ചു തന്നിട്ട് 10-13 ഡ്രസ്സോളം ഈ 5-6 മാസം മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം ഞാൻ തീർത്തിട്ടില്ല, ഇട്ടിട്ടില്ല. കുറേ ഇടാനുണ്ട്, 2-3-4 ഇടാനുണ്ട്. അതൊക്കെ അടിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചേട്ടായും കൂടെ ഇവിടെ ഒരുങ്ങാനുള്ളൂ. സാധാരണ എന്നും ചേട്ടായി ഫസ്റ്റ് ഒരുങ്ങുന്നത്. ഇന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ 3 പേരും നേരത്തെ ഒരുങ്ങിയിട്ട് ഇറങ്ങി നിൽക്കുക. അപ്പോൾ ചേട്ടായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ടാ. ഒരു 11 മണി 12 ആയിട്ട് 12-1 മണിയൊക്കെ ആയിട്ട് ചെന്നാൽ മതി, അഡ്മിഷനല്ലേ. അപ്പോൾ അങ്ങനെ പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാട്ടോ. ഓക്കെ, ഇല്ല
നമുക്ക് ഗേറ്റ് തുറക്കാം. അമ്മ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ, അച്ഛനോട് ഇരിക്കുന്നുണ്ട്. വിറ്റാ മതിയല്ലോ, ജോലിക്ക് വേറെ ജോലിക്ക് പോകണ്ടല്ലോ. അമ്മയും ചേട്ടായി കാണാനായിട്ട് ഇരിക്കാൻ കേട്ടോ. ഞങ്ങൾ അമ്മയ്ക്ക് എക്കോ എടുക്കാൻ വേണ്ടി ഇരിക്കാം കേട്ടോ. എന്നിട്ട് കാവ്യാണ് കാണിക്കണം. ഞാനെങ്കിൽ ചോറിന് കേട്ടോ. അത് കണ്ടൊരു ചോറിന് തുടങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകണമെങ്കിൽ അഡ്മിഷൻ എടുക്കണം കേട്ടോ. അപ്പോൾ അമ്മയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിച്ചു. ഇവിടെ വന്നപ്പോൾ പിന്നെയും കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ വലഞ്ഞു ഇന്ന് അല്ലേ. എല്ലാം റൂമിൽ ചെന്നിട്ട് പറയാട്ടോ. വാർഡിലായിരിക്കും, വാടേ നമുക്ക് വകുപ്പുള്ളൂ. അതുകൊണ്ട് ചെന്നിട്ട് കാര്യങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ അമ്മേനെ അഡ്മിറ്റ് ആക്കി കേട്ടോ. ലിജിമോളും ഇവിടെ ഉണ്ട്. ലിജിമോൾ അവിടെ വന്ന് കിടക്കും. പേഷ്യൻറ്റിനെ കസേര എടുത്തിട്ട് വന്ന ബൈസ്റ്റാൻഡർ കയറി കട്ടിലേക്ക് കിടക്കുന്നത്. ഇത് എവിടുത്തെ ഇത് കണ്ട് വരികയുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനത്തെ പരിപാടി. അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല 4 ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ലിജിമോളും ചേട്ടായും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ലിജിമോൾക്ക് കിടക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുപോയി വിട്ടിട്ട് വന്നിട്ട് പിന്നെ ബില്ലും അടച്ചിട്ട് വന്നു കേട്ടോ. അതെ, അപ്പോൾ അഡ്വാൻസ് 65,000 രൂപ അടച്ചിട്ടുണ്ട്. പിന്നെ കുറേ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, എക്കോ ഉണ്ടായിരുന്നു, ECG ഉണ്ടായിരുന്നു, എക്സ്റേ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ കാർഡിയോനെ കാണാനുണ്ടായിരുന്നു, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ചു, എല്ലാം റെഡിയാക്കി. അവസാനം രാവിലെ ഒരു 10-11 മണിക്ക് വന്ന് നമ്മളിവിടെ വന്നപ്പോൾ 4 മണിയായി. റൂമല്ല, വാർഡാണ്. റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. മേ ബി കിട്ടത്തുള്ളൂ. കാരണം നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ കിട്ടുള്ളൂ. എന്നാലും ഇന്ന് നാളത്തേക്ക് കിട്ടുമായിരിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ അമ്മയ്ക്ക് ചെയ്ത ടെസ്റ്റുകളെല്ലാം നമ്മൾ ലൂർദിൽ പോയപ്പോൾ ചെയ്തതായിരുന്നു. പക്ഷേ ഒരു ഹോസ്പിറ്റലിന് അടുത്ത ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇപ്പോൾ ഇന്നലെ ചെയ്ത ടെസ്റ്റാണെങ്കിൽ പോലും അവരിവിടെ വന്ന് എല്ലാം ചെയ്യിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ച തുകയുടെ മേളിൽ നിന്നു അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്തായാലും ഡിസ്ചാർജ് ആവുന്നതിന് നാളെയാണ് സർജറി വന്നേക്കുന്നത്. ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് എല്ലാം സെറ്റാക്കണം. അതൊക്കെയാണ് പ്ലാന്. അപ്പോൾ ഏലിക്കുട്ടിയമ്മ ദേ കിടക്കുന്ന ടെൻഷനുണ്ടോ? ടെൻഷനൊന്നുമില്ല. കാർഡിയനെ കാണിച്ചു. ഹാർട്ടിന് വേറെ എക്കോയും ECGയും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ BP-യുടെ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട്. അതിപ്പോൾ അമ്മ അതിന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അമ്മയ്ക്ക് ടെൻഷനൊന്നുമില്ല. അമ്മയ്ക്കാ ടെൻഷൻ എനിക്കാണ് കേട്ടോ. എന്നാൽ എല്ലാം നല്ലപോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഞാനും അമ്മയാണിന്ന് ഹോസ്പിറ്റലിൽ. ഇപ്പോൾ 2-3 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. നാളെ സർജറി കഴിഞ്ഞ് ICUവിൽ 2 ദിവസം ICUവിൽ കിടക്കണം. നാളെ നടത്തുകഴിഞ്ഞു പിന്നെ വാർഡിലേക്ക് മാറ്റും. ഡോക്ടർ എങ്ങനെയാണെന്ന് പറയും. വാർഡിൽ മാറ്റിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വിടുള്ളൂ എന്നാണ് PR വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബില്ലൊക്കെ വരുമ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് കാര്യം. ഇനി ഞാനും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഇന്നത്തെ ദിവസം ഭയങ്കര ഓട്ടവും നടപ്പൊക്കെ ഉണ്ട്. ആകെ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ നടപ്പങ്ങ് നടന്നു കേട്ടോ. കാലിനൊക്കെ ഭയങ്കര വേദന, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യണമല്ലോ. ചേട്ടായി ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടായും കുഞ്ഞേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല. ചേട്ടായെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോകാനായിട്ട് റെഡിയാവും കേട്ടോ. അയ്യോ കൂട്ടുകാരാ.
അപ്പോൾ നാളെ സർജറി, ന്യൂറോ സർജറി ഈസി. അവിടെ ചായ കുടിക്കാട്ടോ, ചായ കുടിക്കാട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നേ. അപ്പം അമ്മേനെ അപ്പുറത്തേക്ക് വിളിച്ചിട്ട് ഡോക്ടർ, അപ്പം അമ്മ അങ്ങോട്ട് പോയേക്കോ. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. സ്നേഹത്തോടെ ബൈ.